മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാവിസ് ആണ്. അപ്പം നമുക്ക് ആരായിരുന്നു നമ്മുടെ ബുദ്ധ അല്ലെ, ബുദ്ധനെ കുറിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കായിട്ട് ആരായിരുന്നു ബുദ്ധ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും. ഓക്കെ, ആരായിരുന്നു ബുദ്ധ? ദ സ്റ്റോറി ഓഫ് ബുദ്ധ എങ്ങനെയായിരുന്നു അല്ലെ ബുദ്ധനിലേക്ക് എത്തിയത്, ബുദ്ധൻ എന്ന പേര് എങ്ങനെയാണ് വന്നത്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, സിദ്ധാർത്ഥ ഓൾസോ നോൺ ആസ് ഗൗതമ ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം അല്ലേ. നമ്മുടെ ബുദ്ധന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ എന്ന് ഗൗതമ എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ബുദ്ധിസത്തിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ സിദ്ധാർത്ഥൻ എന്ന ബുദ്ധനായിരുന്നു. ഏകദേശം എന്താണ്, വാസ് ബോൺ എബൌട്ട് 2500 ഇയേഴ്സ് അല്ലെ, 2500 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് വാസ് എ റാപ്പിഡ് ചേഞ്ച് ഇൻ ദ ലിവ്സ് ഓഫ് പീപ്പിൾ അല്ലെ, ഒരുപാട് നല്ല റാപ്പിഡ് ചേഞ്ച് ആണ് ഉണ്ടായത് അല്ലെ. ദ ബുദ്ധ ബിലോങ് ടു എ സ്മോൾ ഖാന നോൺ ആസ് ദ സഖ്യഖാന ആൻഡ് വാസ് ദ ക്ഷത്രിയ. അദ്ദേഹം ഒന്നുമില്ല, അവിടെ പറയുന്നത് അദ്ദേഹം ഒരു ക്ഷത്രിയ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു, ഒരു ക്ഷത്രിയനായിരുന്നു. ആര്? നമ്മുടെ ബുദ്ധ എന്ന് പറയുന്നത്. ദെൻ when he was a young man, അദ്ദേഹം ആ ഒരു ചെറുപ്പകാലത്തിൽ തന്നെ എന്താണ്, ഹി ലെഫ്റ്റ് ദ കംഫർട്ട് ഓഫ് ഹിസ് ഹോം ഇൻ സെർച്ച് ഓഫ് നോളജ്. അദ്ദേഹം നോളജ്, അറിവ് നേടാൻ വേണ്ടിയിട്ടാ അദ്ദേഹത്തിന്റെ കംഫർട്ട്, അദ്ദേഹത്തിന്റെ സുഖ സൗകര്യങ്ങളൊക്കെ മറന്നിട്ട് അദ്ദേഹം എന്താണ്, വീട് വിട്ട് ഇറങ്ങിയടാ, ലെഫ്റ്റ് ചെയ്തു അല്ലെ, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, എന്തിനാ? അദ്ദേഹത്തിന് അറിവ് നേടാൻ അല്ലെ, നോളജ് വേണ്ടിയിട്ട് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങുന്നു. ഹി വാണ്ടർഡ് ഫോർ സെവറൽ ഇയേഴ്സ് മീറ്റിംഗ് ആൻഡ് ഹോൾഡിംഗ് ഡിസ്കഷൻ വിത്ത് അതർ തിങ്കേഴ്സ്. അദ്ദേഹം എന്താണ്, ഒരുപാട് വർഷം എന്താണ്, ഒരുപാട് തിങ്കേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് സംസാരിച്ചു, പുതിയ അറിവ്, നോളജിന് വേണ്ടിയിട്ട്. പിന്നെയോ, ഈ ഫൈനലി ഡിസൈഡഡ് ടു ഫൈൻഡ് ഹിസ് ഓൺ പാത്ത് ടു റിയലൈസേഷൻ. അങ്ങനെ അദ്ദേഹം എന്താണ്, ഫൈനലി എന്താണ്, അദ്ദേഹത്തിന് എന്താണ്, തൻ്റെ പാത്ത് അറിയണം അല്ലെ. ഓക്കെ, അങ്ങനെ ആൻഡ് മെഡിറ്റേറ്റ് 4 days ആൻഡ് അണ്ടർ ദ പീപ്പിൾ ട്രീ. അദ്ദേഹം ഒരു ബോധ്ഗയ എന്ന് പറയാം, ബീഹാറിലെ ബോധ്ഗയയിൽ എന്താണ്, ഒരു പീപ്പിൾ ട്രീയുടെ അവിടെ എന്താണ് മെഡിറ്റേഷൻ ഇരുന്നു കേട്ടോ, മെഡിറ്റേറ്റ് ചെയ്തു. അങ്ങനെയാണ് എന്താ അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ഉണ്ടായത്, ബോധോദയം വന്നത്. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹത്തിന് ബോധോദയം വന്നത്. അപ്പൊ അതിനുശേഷമാണ് എന്താ, യെസ്, ഹി നോൺ ആസ് ബുദ്ധ അല്ലെ, അദ്ദേഹം ഒരു ബുദ്ധ എന്നറിയപ്പെട്ടത് അതിന് ശേഷമായിരുന്നു. ദെൻ അദ്ദേഹം മരിച്ചത് എപ്പോഴാണ്? ടിൽ ഹി പാസ്ഡ് അവേ കുശിനാര അല്ലെ, കുശിനാരയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ചെറിയൊരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഇതാണ് അല്ലെ, ബുദ്ധന് എപ്പോഴാണ് എൻലൈറ്റ്മെന്റ് ഉണ്ടായത്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും.